ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആണ്. ഒരുപാട് പേര് നിങ്ങൾ കമൻസിൽ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ, അപ്പോയിൻമെൻറ്റ്സ്, റീസെൻ്റ് ആയിട്ട് നടന്നിട്ടുള്ള അപ്പോയിൻമെൻറ്റ്സ്. നമുക്ക് ഒരുപാട് കമ്മീഷൻസ് ഒക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ കേരളത്തിൻ്റെ ആയാലും ഇന്ത്യയുടെ ആയാലും അതൊക്കെ റീസെൻ്റ് ആയിട്ട് ഒരുപാട് ചേഞ്ചസും വന്നിട്ടുണ്ട് അപ്പോയിൻമെൻറ്റ്സിൽ. ഒരുപാട് കമ്മീഷൻ്റെ ചെയർപേഴ്സൺ പൊസിഷനിലിരിക്കുന്ന. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫെയറിൻ്റെ ഭാഗത്ത് നിന്ന് PSC ഷുവർ ഷോട്ടായിട്ടും ചോദിക്കുന്ന ഒരു മേഖലയാണ് ഇതെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സോ സമയം ഒട്ടും കളയുന്നില്ല. നമ്മൾ കറണ്ട് അഫെയർസ് ഒരുപാട് വീഡിയോസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോസ് സെലക്ട് ചെയ്തിട്ട് ഒരുപാട് വീഡിയോസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. കറണ്ട് അഫെയർസിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ഒരു പ്ലേലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. സോ നിങ്ങളുടെ സമയത്തിനനുസരിച്ച് കണ്ടു നോക്കുകയാണെങ്കിൽ ഇനി വരുന്ന എക്സാംസിന് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അപ്പോൾ ക്ലാസ്സിലോട്ട് കിടക്കാം. ഐ എം അലീഷ ആൻഡ് വെൽക്കം ടു അലീസൈസ് ബൈ അലീഷ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതുപോലെ കമ്മീഷൻസിൻ്റെ ഒക്കെ ഹെഡുകളുടെ പേര് പറയുമ്പോൾ ചില പേരുകൾ നമുക്ക് അത്ര ഫെമിലിയർ അല്ല. അപ്പോൾ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൺഫ്യൂഷൻ വരാറുണ്ട്. അപ്പോൾ അങ്ങനെ കൺഫ്യൂഷൻ വരുന്ന കുറച്ച് പേരുകൾ മാത്രം നമുക്കറിയാവുന്ന കുഞ്ഞു കുഞ്ഞു കണക്ഷൻസും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും, അപ്പോൾ PSC പഠിക്കുന്ന ആളായാലും അല്ലെങ്കിലും നമ്മൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇന്ത്യയുടെ രാഷ്ട്രപതി ആരാണ്? ദ്രൗപദി മുർമു ആണ് അല്ലേ ഇന്ത്യയുടെ രാഷ്ട്രപതി. അപ്പോൾ അതെല്ലാവർക്കും അറിയാം. 15ാമത് രാഷ്ട്രപതിയാണെന്നുള്ള അറിഞ്ഞിരിക്കുക. അപ്പോൾ ആദ്യം കുറച്ച് ബേസിക് ഫാക്ട്സ് ഒന്ന് റീകളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തു എന്ന് മാത്രം. ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ ആണ്. ഇന്ത്യയുടെ നിലവിലെ ഉപരാഷ്ട്രപതി ആരാണ്? ജഗദീപ് ധൻകർ ആണ്. 14ാമതാണ് ഉപരാഷ്ട്രപതി, 14ാമതാണ് രാഷ്ട്രപതി, 15ാമതാണ്. പ്രധാനമന്ത്രിയുടെ പേര് മാത്രം നമ്മൾ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്, മാറ്റമൊന്നും വരാൻ പോകുന്നില്ല. 3ാമത്തെ ടേമിലും അദ്ദേഹം തന്നെയാണ്. നരേന്ദ്രമോദിയാണ് ഇന്ത്യയുടെ നിലവിലെ പ്രധാനമന്ത്രിയായിട്ടുള്ളത്. സോ മന്ത്രിസഭ റീസെൻ്റ്ലി അപ്ഡേഷൻ വരുന്നത് കൊണ്ട് നമ്മൾ അതിനെക്കുറിച്ചിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ മറ്റൊരു വീഡിയോ ചെയ്യാം. പോർട്ട്ഫോളിയോസ് ഒക്കെ അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മറ്റൊരു വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, സോ കേരളത്തിൻ്റെ, അപ്പോൾ നമ്മളിത് പറഞ്ഞത് രാഷ്ട്രപതി, കേരളത്തിന് രാഷ്ട്രപതി ഇല്ല അല്ലേ, കേരളത്തിനുള്ളത് ഗവർണറാണ്, ഇന്ത്യൻ രാഷ്ട്രപതിയാണ് നമ്മൾ പറഞ്ഞത്. കേരള ഗവർണർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ആരിഫ് മുഹമ്മദ് ഖാനാണ്. ആരിഫ് മുഹമ്മദ് ഖാനാണ് കേരളത്തിൻ്റെ ഗവർണർ. മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു. ചീഫ് സെക്രട്ടറി ആരാണ്? ഡോക്ടർ വി വേണു ആണ്. അപ്പോൾ ചീഫ് സെക്രട്ടറിയുടെ പേര് അറിയാത്തവരാണെങ്കിൽ ശ്രദ്ധിച്ച് പഠിച്ചു വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാമുകളിൽ ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേരാണ് നമ്മുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലേ. ഇന്ത്യയുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ധനഞ്ജയ യശ്വന്ത് ചന്ദ്രചൂഡാണ്. ധനഞ്ജയ യശ്വന്ത് ചന്ദ്രചൂഡാണ്. 50ാമത്തെയാണ്. അപ്പോൾ ഇതും എടുത്ത് ചോദിക്കാറുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. ഈ DY ചന്ദ്രചൂഡ് എന്നും പറയും അല്ലേ. അപ്പോൾ അതിൻ്റെ എക്സ്പാൻഷൻ അടക്കം ഒരു എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഈ DYക്ക് പകരം അതിൻ്റെ എക്സ്പാൻഡ് ചെയ്തിട്ട് ദിനേശ് യശ്വന്ത് ചന്ദ്രചൂഡ്, അങ്ങനെ പല രീതിയിൽ എക്സ്പാൻഷൻ അടക്കം നമ്മൾ വൃത്തിയായിട്ട് പഠിക്കേണ്ടതാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ധനഞ്ജയ യശ്വന്ത് ചന്ദ്രചൂഡ് അഥവാ DY ചന്ദ്രചൂഡ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ആണ് കൊടുത്തേക്കുന്നത്. 50ാമത്തെയാണ്, 50ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. ഓക്കെ, അപ്പോൾ കേരളത്തിൻ്റെ ആരാണ്? അപ്പോൾ കേരളത്തിൻ്റെ റീസെൻ്റ് ആയിട്ട് ചേഞ്ച് വന്നിട്ടുള്ളതാണ്. അത് അറിയാത്തവർ പഴയ ചീഫ് ജസ്റ്റിസിൽ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ ശ്രദ്ധിച്ച് പഠിച്ചു വയ്ക്കുക. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, കേരളത്തിൻ്റെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിലവിൽ ആരാണ്? 38ാമത് ചീഫ് ജസ്റ്റിസ് ആയിട്ട് സ്ഥാനമേൽക്കുന്നത് ആശിഷ് ജിതേന്ദ്ര ദേശായി ആണ്. ആരാണ്? ആശിഷ് ജിതേന്ദ്ര ദേശായി ആണ് 38ാമത്തെ കേരളത്തിൻ്റെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. കൺഫ്യൂഷൻ കുറച്ച് പേർക്കെങ്കിലുള്ള കുറച്ച് മേഖലയാണ് അല്ലേ. സോ നമുക്കറിയാം ഇലക്ഷനൊക്കെ നടക്കുന്നത് കൊണ്ട് ഇലക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ലോക്സഭ മണ്ഡലങ്ങൾ, രാജ്യസഭ, നിലവിലെ നാഷണൽ പാർട്ടീസ് ഏതൊക്കെയാണ്, ഇലക്ഷൻ കമ്മീഷൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. കാണാത്തവർ കണ്ടു നോക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. സോ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ, ഇന്ത്യയുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്ന് പറയുന്നത് രാജീവ് കുമാർ ആണ്. കേരളത്തിലോട്ട് വരുമ്പോൾ A ഷാജഹാൻ ആണ്. ആരാണ്? കേരളത്തിൻ്റെ ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? A ഷാജഹാൻ ആണ്. കുറേ കാലമായിട്ട് ഇവർ തന്നെയാണ്, അതുകൊണ്ട് പേരറിയാമായിരിക്കും. അറിയാത്തവരാണെങ്കിൽ ശ്രദ്ധിച്ച് പഠിച്ചു വരിക. ഇപ്പോൾ രാജീവ് കുമാർ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പേരൊന്നും നമുക്ക് കോഡിട്ട് പഠിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇലക്ഷനൊക്കെ ഇപ്പം അത്രയും റീസെൻ്റ് ആയിട്ട് നടന്നതുകൊണ്ട് ഒരു രാജാവിൻ്റെ പവർ ആണെന്നുള്ള രീതിയിൽ രാജീവ് കുമാർ എന്ന് ഒട്ടും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രം അങ്ങനെ പഠിച്ചു വയ്ക്കാം. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്
രാജീവ് കുമാർ മാത്രമല്ല അല്ലേ, ഇന്ത്യയുടെ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുമ്പോൾ ഒരു 3 അംഗ സമിതിയാണ്. ഓക്കെ, നമ്മൾ മുന്നേ പല വീഡിയോസിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇദ്ദേഹമാണ് രാജീവ് കുമാർ, ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. ഇന്ത്യയുടെ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുമ്പോൾ ഒരു 3 അംഗ സമിതിയാണ്. അപ്പം അതിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ് രാജീവ് കുമാർ. അതല്ലാണ്ട് 2 തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരും കൂടിയുണ്ട്. ഇലക്ഷൻ കമ്മീഷണർമാർ ഒരു ചീഫുണ്ട്, 2 ഇലക്ഷൻ കമ്മീഷണർമാരും കൂടിയുണ്ട്. അപ്പോൾ അവരുടെ പേരും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പല വീഡിയോയിലും മുന്നേ പറഞ്ഞിട്ടുണ്ട്. പറയാത്തവർ ശ്രദ്ധിച്ച് പഠിച്ചു വയ്ക്കുക. ശ്രീ ജ്ഞാനേഷ് കുമാറും ഡോക്ടർ സുഖ്ബീർ സിംഗ് സന്ധുവാണ്. ആരാണ്? ശ്രീ ജ്ഞാനേഷ് കുമാറും 2024 അപ്പോയിൻമെൻറ്റ് നടന്നേക്കുന്നത്. അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ജ്ഞാനേഷ് കുമാറും ഡോക്ടർ സുഖ്ബീർ സിംഗ് സന്ധുവും രാജീവ് കുമാറും അടങ്ങുന്നതാണ് ഇന്ത്യയുടെ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ്റെ ഡ്യൂട്ടിയാണ് ഇലക്ഷൻ നടത്തുന്നത്. ഇപ്പോൾ ലോക്സഭയ്ക്കായാലും രാജ്യസഭയിലേക്കായാലും സംസ്ഥാന നിയമസഭകളിലേക്കായാലും അങ്ങനെ ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. വോട്ടേഴ്സ് ലിസ്റ്റ് തയ്യാറാക്കുന്നത് തുടങ്ങി ഇലക്ഷൻ്റെ ഒരുമാതിരിപ്പെട്ട എല്ലാ ചുമതലകളും നിർവഹിക്കുന്നത്, അതിൻ്റെ എല്ലാ കാര്യങ്ങളും നിർവഹിക്കുന്നത് ഇന്ത്യയുടെ ഇലക്ഷൻ കമ്മീഷനാണ് അല്ലേ. അപ്പോൾ ഓരോ സംസ്ഥാനങ്ങളിലും അവർക്ക് അവരുടെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഒരു ഓഫീസർ നിർബന്ധമായിട്ടും വേണം. കാരണം സംസ്ഥാന നിയമസഭകളിലേക്കുള്ള ഇലക്ഷൻ്റെ മേൽനോട്ടം വഹിക്കുന്നത് ആരാണ്? ഇലക്ഷൻ കമ്മീഷൻ തന്നെയാണ്, ഓഫ് ഇന്ത്യ തന്നെയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷനാണ് ആര് നടത്തുന്നത്? സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ നടത്തുന്നത്. ഓക്കെ, അപ്പോൾ അതറിഞ്ഞിരിക്കാം, അറിയാമെന്ന് വിശ്വസിക്കുന്നു. സോ അതിന് വേണ്ടിയിട്ട് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഓരോ സ്റ്റേറ്റിലും ഒരു ഇലക്ട്രൽ ഓഫീസറെ അപ്പോയിൻറ്റ് ചെയ്യും. സോ നിലവിൽ കേരളത്തിൻ്റെ ചീഫ് ഇലക്ട്രൽ ഓഫീസർ എന്ന് പറയുന്നത് സഞ്ജയ് കൗളാണ്. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയല്ലോ. ചീഫ് ഇലക്ട്രൽ ഓഫീസർ എന്ന് പറയുന്നത് സഞ്ജയ് കൗളാണ്. അപ്പോൾ അതറിഞ്ഞിരിക്കുക. ഓക്കെ, നമുക്ക് ബാക്കിയുള്ള കമ്മീഷൻ്റെ ചെയർമാൻമാർ ആരോന്നൊക്കെ നോക്കാം. സോ മനുഷ്യാവകാശ കമ്മീഷൻ, ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. അപ്പോൾ ഇന്ത്യൻ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനും ഉണ്ട്, സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനും ഉണ്ട് അല്ലേ. സോ നിലവിൽ ഇന്ത്യയുടെ മനുഷ്യാവകാശ കമ്മീഷണർ എന്ന് പറയുന്നത് അരുൺ കുമാർ മിശ്രയാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേരില്ലാത്ത PSC ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ഇല്ല എന്ന് പറയാം. ഇദ്ദേഹം അപ്പോയിൻ്റ് വന്നതിന് ശേഷം ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ആവർത്തിച്ചിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തിയാണ് അരുൺ കുമാർ മിശ്ര. ഓക്കെ, അരുൺ കുമാർ മിശ്ര. ഇനി നിലവിൽ കേരളത്തിൻ്റെ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ ആരാന്നുള്ളത് മുന്നേ നമ്മളൊരു വീഡിയോ ചെയ്തപ്പോഴും അതിന് കമൻ്റായിട്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. S മണികുമാറിന് ഇതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ, നിലവിൽ ആരാണ് ചെയർപേഴ്സൺ, ഒരുപാട് പേര് ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇതിന് മുന്നത്തെ മനുഷ്യാവകാശ കമ്മീഷൻ്റെ കേരളത്തിൻ്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ആൻ്റണി ഡൊമിനിക് ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലാവധി പൂർത്തിയാക്കിയിട്ട് ഇനി പുതിയ ഒരാളായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് S മണികുമാറിനെ നിർദ്ദേശിച്ചു, പ്രപ്പോസൽ മുന്നോട്ട് വെച്ചു. പക്ഷേ അത് ഗവർണർ സൈൻ ചെയ്തില്ല. പിന്നീട് ഗവർണർ അത് ഒപ്പുവെക്കുമ്പോൾ S മണികുമാർ പിന്മാറുകയാണ് ഉണ്ടായത്. അപ്പം അങ്ങനെ ഒരു അതിൻ്റെ ഭാഗമായിട്ടൊക്കെ ന്യൂസിലും നമ്മൾ ആ പേരൊക്കെ ഇങ്ങനെ എടുത്തെടുത്ത് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിലവിൽ ആക്ടിംഗ് ചെയർപേഴ്സൺ ആയിട്ട് ഇരിക്കുന്നത് K ബൈജുനാഥാണ്. അപ്പോൾ കേരളത്തിൻ്റെ നിലവിൽ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആക്ടിംഗ് ചെയർപേഴ്സൺ ആയിട്ടിരിക്കുന്നത് K ബൈജുനാഥാണ്. അപ്പം ആ ഭാഗത്തുള്ള കൺഫ്യൂഷൻ ഇനി ഇല്ല എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതറിഞ്ഞിരിക്കാം. അടുത്തത് നമ്മൾ മുന്നേ ടെലഗ്രാം ചാനലിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യം കൂടിയാണ്. അപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്ലാസ് എടുക്കുമ്പോൾ അതിൻ്റെ PDF നോട്ട്സും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞു ടെലഗ്രാം ചാനൽ കൂടിയുണ്ട്. ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എടുക്കുന്ന ക്ലാസ്സുകളിലൊക്കെ PDF അവിടെ അവൈലബിൾ ആക്കും. സോ ലിങ്ക് താഴെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുത്തേക്കാം. മുഖ്യ വിവരാവകാശ കമ്മീഷണർ എന്ന് പറയുന്നത് ഹിരാലാൽ സമരിയാണ്. കേരളത്തിൻ്റെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? V ഹരിനായരാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടും സിമിലർ ആയിട്ടുള്ള പേരുകളാണ് അല്ലേ. ഹരി ഹിര എന്നൊക്കെ പറയുമ്പോൾ സിമിലർ ആയിട്ടുള്ളതാണ്. അപ്പോൾ വിവരമുള്ള അതിലും ഒരു കളിയാണ് വേണമെങ്കിൽ പറയാം. വിവരാവകാശ കമ്മീഷണർ ഹീരാലാൽ സമരിയ, ഹരിനായർ. ഒരു കളിയാണ്. നമുക്കറിയാം ഹീരാലാൽ സമരിയ എന്ന് കേൾക്കുമ്പോൾ അതെന്തായാലും ഇന്ത്യയുടെ ആളായിരിക്കും, കേരളത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആയിരിക്കില്ല. അപ്പോൾ ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത്. ഓപ്ഷൻ A ഒക്കെ ചോദ്യം ഏതാണെന്ന് നോക്കിയിട്ട് ഇപ്പോൾ കേരളത്തിൻ്റെ ആണോ ചോദിച്ചേക്കുന്നത്, ഇന്ത്യയുടെ ആണോ, സെൻട്രലാണോ, സ്റ്റേറ്റിൻ്റെ ആണോ എന്ന് ചോദ്യം നോക്കിയിട്ട് ആൻസർ ചെയ്യുക. കാരണം ഓപ്ഷനിൽ തന്നെ ചിലപ്പോൾ ഈ പേരുകളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്, അറിയാം, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് വനിതാ കമ്മീഷൻ അധ്യക്ഷ. അപ്പോൾ വനിതാ കമ്മീഷൻ അധ്യക്ഷയും എല്ലാ എക്സാമുകൾക്കും വനിതാ കമ്മീഷനെ കുറിച്ച് എസ്പെഷ്യലി കേരള ഗവർണൻസിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ കണ്ടല്ലേ. അപ്പോൾ നിലവിൽ കേന്ദ്ര വനിതാ കമ്മീഷൻ്റെ അധ്യക്ഷയായിട്ട് പ്രവർത്തിക്കുന്നത് രേഖാ ശർമ്മയും കേരളത്തിൻ്റെ വനിതാ കമ്മീഷൻ്റെ അധ്യക്ഷ ആരാണ്?
പി സതീദേവിയുമാണ്. രണ്ടുപേരും ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് ധനകാര്യ കമ്മീഷൻ. അപ്പോൾ ധനകാര്യ കമ്മീഷൻ നമ്മൾ 15ാമത് ധനകാര്യ കമ്മീഷനിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്നവരാണെങ്കിൽ 16ാമത് അപ്പോയിൻമെൻറ്റ് വന്നത് അറിയാത്തവരാണെങ്കിൽ ശ്രദ്ധിച്ച് പഠിച്ചു വയ്ക്കുക. അപ്പോൾ 15ാമത്തെ NK സിംഗ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഇന്ത്യയുടെ ഫിനാൻസ് കമ്മീഷൻ്റെ ചെയർപേഴ്സൺ ആണ്. ഓക്കെ, NK സിംഗ് ആയിരുന്നു 15ാമത്. അപ്പോൾ 16ാമത് ആ നമ്പർ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് നമ്മൾ ആ നമ്പർ കൂടെ കൊടുത്തേക്കുന്നത്. അരവിന്ദ് പനഗരിയാണ് ഇന്ത്യയുടെ ധനകാര്യ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ. ആരാണ്? അരവിന്ദ് പനഗരിയാണ്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കേരളത്തിൻ്റെ നമ്മൾ കേരള ഭരണരംഗം ഡിസ്കസ് ചെയ്തിട്ടുള്ള പേരുകളാണ് ഇതെല്ലാം. SM വിജയാനന്ദാണ് ആറാമത്തെ ധനകാര്യ കമ്മീഷൻ. കേരളത്തിൻ്റെ ചെയർമാൻ ആരാണ്? SM വിജയാനന്ദാണ്. ഇത് രണ്ടും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒരുപാട് റീസെൻ്റ് അപ്പോയിൻമെൻറ്റ്സ് നടന്നിട്ടുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ച് പഠിച്ചു വയ്ക്കാം. ഓക്കെ, ഇനി ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ. അപ്പോൾ സെൻട്രലിൻ്റെ പേര് കണക്ട് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. പ്രിയങ്ക് കനുങ്കോ ആണ്. ഇപ്പോൾ പിള്ളേരെന്ന് പറഞ്ഞാൽ ബാലാവകാശം എന്ന് പറയുമ്പോൾ കുട്ടികളല്ലേ, കുട്ടികൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ടതാണ്. അപ്പോൾ ആ രീതിയിൽ പ്രിയങ്ക് എന്നുള്ള പേര് ആലോചിച്ചിരിക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പ്രിയങ്ക് കനുങ്കോ എന്നുള്ളതാണ് ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ. അപ്പം ഈ KV മനോജ് കുമാർ ഞാൻ കണക്ട് ചെയ്തേക്കുന്നത് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ എല്ലാവർക്കും ഇങ്ങനെ കണക്ഷൻസ് ഒന്നും ആവശ്യമില്ല. അപ്പോൾ കണക്ഷൻ ആവശ്യമുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ബന്ധുക്കളോ അങ്ങനത്തെ പേരുകളൊക്കെ ഓരോന്നായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഞാൻ അങ്ങനെ കണക്ട് ചെയ്യാറുള്ള ഒരാളാണ്. എസ്പെഷ്യലി കറണ്ട് അഫയേഴ്സ് ഈ പേരുകളൊക്കെ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാറുണ്ട്. അപ്പോൾ KV മനോജ് കുമാർ എന്ന് പറയുമ്പം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡാണ്. അപ്പോൾ അവർക്കൊരു കുഞ്ഞ് ബേബി ഉണ്ട്. അപ്പം ഒരു മോനുണ്ട്. അപ്പോൾ ആ മോനിൻ്റെ ആ പുള്ളിയാണ് മോൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നിലവിൽ ബാലാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ എന്നുള്ള രീതിയിലാണ് ആ മനോജ് എന്നുള്ള പേര് ഞാൻ കണക്ട് ചെയ്തേക്കുന്നത്. അപ്പം അങ്ങനെയുള്ള നിങ്ങളുടേതായ രീതിയിൽ കണക്ട് ചെയ്താൽ മതിയാവും. അറിഞ്ഞിരിക്കുക, ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ KV മനോജ് കുമാറാണ്. കേന്ദ്രത്തിൻ്റെ പ്രിയങ്ക് കനുങ്കോ ആണ്. ഓക്കെ, ഇനി എല്ലാവർക്കും തെറ്റിപ്പോവാൻ സാധ്യതയുള്ളതാണ്. ഈ രണ്ട് പേരുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നുണ്ടെന്ന് പലരും പറഞ്ഞു. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാനാണ് ഇക്ബാൽ സിംഗ് ലാൽപുര. അപ്പം നമുക്കറിയാം ന്യൂനപക്ഷങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോൾ മുസ്ലിംസ്, ക്രിസ്ത്യൻസ്, അതുപോലെ സിഖ് ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് ന്യൂനപക്ഷത്തിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു കമ്മീഷൻ്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് അതിലുള്ള മെമ്പേഴ്സ് ഒരു മൈനോറിറ്റിയിൽ പെടുന്ന ആൾക്കാർ തന്നെ ആയിരിക്കും അല്ലേ. അപ്പോൾ ഇക്ബാൽ സിംഗ്, അവിടെ സിംഗ് ഉണ്ട്, സിഖ്, അപ്പോൾ അവർ മൈനോറിറ്റിയിൽ പെട്ട ആൾക്കാരാണ്. അതുകൊണ്ട് ആ രീതിയിൽ കണക്ട് ചെയ്യുക. ഇക്ബാൽ സിംഗ് ലാൽപുര എന്തിൻ്റെയാണ് ചെയർമാൻ? ന്യൂനപക്ഷ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ ആണ് ഇന്ത്യയുടെ. ഇനി പിന്നാക്ക കമ്മീഷൻ്റെയാണ് ഹൻസ്രാജ് ഗംഗാറാം എന്ന് പറയുന്നത് പിന്നാക്ക കമ്മീഷൻ്റെയാണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവരുത്. ഈ പേരിനി തെറ്റിപ്പോവല്ലോ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഫോട്ടോ ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. നമുക്കിവിടെ താഴെയായിട്ട് കാണാം. ഇദ്ദേഹമാണ് ഇക്ബാൽ സിംഗ് ലാൽപുര, ഇദ്ദേഹമാണ് ഹൻസ്രാജ്. അപ്പോൾ ഫോട്ടോ കൊടുത്തിരിക്കുന്നത് ന്യൂനപക്ഷമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്, ചെറിയൊരു കണക്ഷൻ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു എന്ന് മാത്രം. ന്യൂനപക്ഷ കമ്മീഷൻ ഇക്ബാൽ സിംഗ് ലാൽപുരയാണ് കേന്ദ്രത്തിൻ്റെ. കേരളത്തിലോട്ട് വരുമ്പോൾ AA റഷീദാണ്. അപ്പം AA റഷീദാണ് മൈനോറിറ്റി കമ്മീഷൻ്റെ ചെയർമാനായിട്ടുള്ളത്. ഇനി പിന്നാക്ക കമ്മീഷൻ ചെയർമാനാണ് ഹൻസ്രാജ് ഗംഗാറാം ആണ് കേന്ദ്രത്തിലത്തെ പിന്നാക്ക കമ്മീഷൻ ചെയർമാൻ. കേരളത്തിലോട്ട് വരുമ്പോൾ G ശശിധരനാണ്. ഈ ശശി എന്നുള്ള പേര്, ആ പേര് കൊണ്ട് കുറേ കാലം കൊണ്ട് ട്രോളിലും പിന്നാക്കത്തിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പേരായിരുന്നു അല്ലേ. കട്ടപ്പനയിൽ ഹൃതിക് റോഷൻ എന്നുള്ളൊരു സിനിമയിൽ അദ്ദേഹം പേര് ശശി എന്ന് മാറ്റി സോമനാക്കുന്നുണ്ട്. അദ്ദേഹം പിന്നോട്ട് പോയിക്കൊണ്ടാണ് ശശി എന്ന് മാറ്റി പിന്നെയും സോമനാക്കുന്നുണ്ട്. നമ്മൾ ഒരു കോമഡിക്ക് വേണ്ടിയിട്ട് ആ പേരുകൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ രീതിയിൽ കണക്ട് ചെയ്യുക. പിന്നാക്ക കമ്മീഷൻ കേരളത്തിൻ്റെ ചെയർമാൻ G ശശിധരനും കേന്ദ്രത്തിൻ്റെ ഹൻസ്രാജ് ഗംഗാറാമുമാണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവരുത്. ഈ ഒരു പോർഷനാണ് കുറേ പേർക്കെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാറ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞതാണ്. ഇനി അടുത്തത് നോക്കാം. ഇനി UPSC ചെയർമാൻ ആരാണ്? യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ ആയിട്ടുള്ളത് മനോജ് സോണിയാണ്. അപ്പം നമ്മൾ മനോജ് എന്ന് വേറെ ഒരു പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാരായിരുന്നു? അതെന്ന് പറയുമ്പോൾ കേരളത്തിൻ്റെ ബാലാവകാശ കമ്മീഷൻ്റെ ചെയർമാനാണ്. ഓക്കെ, UPSC ചെയർമാൻ മനോജ് സോണിയാണ്. PSC ചെയർമാൻ നമുക്ക് എല്ലാവർക്കും അറിയാം ഡോക്ടർ MR ബൈജു ആണ്. നിലവിൽ PSCയുടെ ചെയർമാനായിട്ടുള്ളത്. ഇമ്പോർട്ടൻ്റ് ആണ്.
ഇനി SC കമ്മീഷൻ ചെയർമാൻ, ST കമ്മീഷൻ ചെയർമാൻ. അപ്പോൾ ഇത് രണ്ടും എന്തിൻ്റെയാണ്? കേന്ദ്രത്തിലോട്ട് വരുമ്പോൾ അവിടെ രണ്ടിനും വേണ്ടിയിട്ട് 2 കമ്മീഷൻ ഉണ്ട്. കേരളത്തിലോട്ട് വരുമ്പോൾ SC ST കമ്മീഷനാണ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കേന്ദ്രത്തിൻ്റെയാണ്, ഇന്ത്യയുടെയാണ്. SC കമ്മീഷൻ ചെയർമാൻ ശ്രീ കിഷോർ മക്വാനയാണ്. അപ്പോൾ ഇതൊക്കെ റീസെൻ്റ് ആയിട്ടുള്ള അപ്പോയിൻമെൻ്റ് ആണ്. ശ്രീ കിഷോർ മക്വാനയാണ് SC കമ്മീഷൻ ചെയർമാൻ. ST കമ്മീഷൻ ചെയർമാൻ അന്താർ സിംഗ് ആര്യാണ്. അപ്പോൾ ഇതൊക്കെ റീസെൻ്റ് ആയിട്ടുള്ള അപ്പോയിൻമെൻ്റ് ആയതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ച് പഠിച്ചു വെക്കണം. നാഷണൽ SC കമ്മീഷൻ ചെയർമാൻ എന്ന് പറയുന്നത് കിഷോർ മക്വാനയും നാഷണൽ ST കമ്മീഷൻ ചെയർമാൻ അന്താർ സിംഗ് ആര്യയുമാണ്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, റീസെൻ്റ് അപ്പോയിൻമെൻറ്റ്സ് ആണ്, ശ്രദ്ധിച്ചു പഠിക്കാം. SC ST കമ്മീഷൻ ചെയർമാൻ കേരളത്തിൻ്റെ ആണെങ്കിൽ SC ST കമ്മീഷൻ ചെയർമാൻ BS മാവോജിയാണ്. അപ്പോൾ ഇദ്ദേഹം കുറേ കാലമായിട്ടുള്ളത് കൊണ്ട് അങ്ങനെ തെറ്റിപ്പോവില്ല. പക്ഷേ ഈ 2 പേരുകൾ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ സാധ്യതയുണ്ട്, റീസെൻ്റ് അപ്പോയിൻമെൻറ്റ്സ് ആണ്, ശ്രദ്ധിച്ച് പഠിച്ചു വയ്ക്കാം. ഇനി ലോക്പാൽ. ലോക്പാൽ എന്ന് പറയുമ്പോൾ എവിടെയായിരിക്കും? കേരളത്തിലായിരിക്കുമോ? ഇല്ല അല്ലേ. ലോക്പാൽ എന്ന് പറയുമ്പോൾ കേന്ദ്രത്തിലാണ്. ലോകായുക്തയാണ് സംസ്ഥാനങ്ങളിലോട്ട് വരുമ്പോൾ. അപ്പം ലോക്പാൽ, നിലവിലെ ഇന്ത്യയുടെ ലോക്പാലാണ് ജസ്റ്റിസ് അജയ് മണിക്-റാവു ഗ്വാൻവിൽക്കർ. ജസ്റ്റിസ് ഗ്വാൻവിൽക്കർ ആണ് ലോക്പാൽ. അപ്പോൾ ഇതൊക്കെ റീസെൻ്റ് അപ്പോയിൻമെൻ്റ് ആണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിച്ച് പഠിക്കേണ്ടതാണ്. ജസ്റ്റിസ്, ആ പേര് തന്നെ വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടല്ലോ, അത്രയ്ക്കും ടഫാണ്. ലോക്പാൽ എന്ന് പറയുമ്പോൾ അഴിമതിയൊക്കെ തടയാൻ വേണ്ടിയിട്ട് അത്രയും ഹൈ പൊസിഷനിൽ എത്തുകയാണ്. അപ്പോൾ വായിക്കൊള്ളാത്ത പേരൊക്കെയാണ്. ഗ്വാൻവിൽക്കർ, അജയ് മണിക്-റാവു ഗ്വാൻവിൽക്കർ ആണ് ലോക്പാൽ, നിലവിലെ ഇന്ത്യയുടെ ലോക്പാൽ എന്ന് പറയുന്നത്. കേരള ലോകായുക്ത ജസ്റ്റിസ് സിറിയക് ജോസഫാണ്. ജസ്റ്റിസ് സിറിയക് ജോസഫാണ് കേരളത്തിൻ്റെ ലോകായുക്ത. ഉപലോകായുക്തകൾ 2 പേരുണ്ട്, ജസ്റ്റിസ് ബാബു മാത്യു P ജോസഫും ജസ്റ്റിസ് ഹാരുൺ ഉൽ റഷീദും. ഓക്കെ, ഉപലോകായുക്ത, കേരളത്തിൻ്റെ ഉപലോകായുക്ത 2 പേരാണ്, ജസ്റ്റിസ് ബാബു മാത്യു P ജോസഫും ജസ്റ്റിസ് ഹാരുൺ ഉൽ റഷീദും. ഓക്കെ, അടുത്തത് നമുക്ക് നോക്കാം. ഇനി ഇപ്പോൾ കുറേ ഡിസ്കസ് ചെയ്തതൊക്കെ ഇന്ത്യക്കും കേരളത്തിനും ഒക്കെയുള്ള അല്ലെങ്കിൽ അങ്ങനെ കമ്പയർ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതലും ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് ഇന്ത്യയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പദവികളിലിരിക്കുന്ന മറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തികളുടെ പേരുകളാണ് ഇനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഇന്ത്യയുടെ അറ്റോർണി ജനറൽ നമുക്കറിയാം, ഏറ്റവും വലിയ നിയമ ഉദ്യോഗസ്ഥനാണ് അറ്റോർണി ജനറൽ എന്ന് പറയുന്നത്. R വെങ്കിട്ടരമണിയാണ്. അപ്പോൾ അദ്ദേഹം കുറേ കാലമായി ഇപ്പോൾ അറ്റോർണി ജനറലായിട്ട് വെങ്കട്ടരമണിയാണ് ഇന്ത്യയുടെ അറ്റോർണി ജനറൽ. സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയാണ്. ആരാണ്? തുഷാർ മേത്തയാണ്. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ CAG ആരാണ്? ഗിരീഷ് ചന്ദ്ര മുർമു ആണ്. ഗിരീഷ് ചന്ദ്ര മുർമു ആണ് ഇന്ത്യയുടെ CAG എന്ന് പറയുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് നീതി ആയോഗ്. അപ്പോൾ നീതി ആയോഗിൻ്റെ ചെയർപേഴ്സൺ നമുക്കറിയാം പ്രധാനമന്ത്രി തന്നെ ആയിരിക്കും. പ്ലാനിംഗ് കമ്മീഷനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് നീതി ആയോഗ് വരുന്നത് അല്ലേ. അപ്പോൾ ചെയർപേഴ്സൺ പ്രധാനമന്ത്രിയാണ്, നരേന്ദ്രമോദിയാണ്. വൈസ് ചെയർപേഴ്സൺ സുമൻ ബെറിയാണ്. ആരാണ് വൈസ് ചെയർപേഴ്സൺ? സുമൻ ബെറിയാണ്. CEO ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഓഫ് നീതി ആയോഗ് ആരാണ്? BVR സുബ്രഹ്മണ്യമാണ്. അപ്പം നമ്മൾ മുന്നേ ചെറിയൊരു ഈ പേരുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാണോ എന്നുള്ളത് ചെയർപേഴ്സണും CEOയും കൺഫ്യൂഷൻ ആവുന്നവർ ശ്രദ്ധിക്കുക. CEO എന്ന് പറയുമ്പോൾ ഒരു 3 പേരുണ്ട് അല്ലേ, CEO. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഇനീഷ്യൽ നോക്കുകയാണെങ്കിൽ BVR സുബ്രഹ്മണ്യം. അപ്പം അങ്ങനെയുള്ള രീതിയിൽ കണക്ട് ചെയ്യുക, കുഴപ്പമില്ല. വൈസ് ചെയർപേഴ്സൺ സുമൻ ബെറിയും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ BVR സുബ്രഹ്മണ്യവുമാണ്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ആറ്റോമിക് എനർജി കമ്മീഷൻ ചെയർമാൻ, നിലവിലെ ഇന്ത്യയുടെ ആറ്റോമിക് എനർജി കമ്മീഷൻ ചെയർമാനായിട്ടുള്ളത് ഡോക്ടർ അജിത് കുമാർ മൊഹന്തിയാണ്. ആരാണ്? ഡോക്ടർ അജിത് കുമാർ മൊഹന്തിയാണ് ആറ്റോമിക് എനർജി കമ്മീഷൻ്റെ ചെയർമാൻ. UGC എന്ന് പറയുമ്പോൾ യൂണിവേഴ്സിറ്റി ഗ്രാൻറ്റ്സ് കമ്മീഷനാണ് അല്ലേ. UGC ചെയർമാൻ മാമിഡാല ജഗദേശ് കുമാറാണ്. അപ്പം M ജഗദേശ് കുമാർ ആ രീതിയിലും ഓപ്ഷനിൽ കാണും. ഞാനൊക്കെ ഓർത്തിരിക്കുന്നത് നമുക്കറിയാം ജഗദീഷ് നമ്മുടെ ഫിലിം ആക്ടർ ഉണ്ടല്ലോ. അപ്പോൾ അദ്ദേഹം പ്രൊഫസർ ആയിരുന്നു, പിന്നെ അതിൽ നിന്ന് ലീവ് എടുത്തിട്ടാണ് സിനിമയിൽ അഭിനയിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ജഗദീഷ് ആ രീതിയിലാണ് കണക്ട് ചെയ്തേക്കുന്നത്. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ കണക്ട് ചെയ്യാം. UGC ചെയർമാൻ മാമിദാല ജഗദേശ് കുമാറാണ്. UGC ആണ്, UPSC അല്ല, UGC ആണ്. RBI ഗവർണർ എല്ലാവർക്കും അറിയായിരിക്കും. RBI ഗവർണർ ശക്തികാന്ത ദാസ് ആണ്. 25ാമത് RBI ഗവർണറാണ് ശക്തികാന്ത ദാസ് ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്.
സെബി ചെയർപേഴ്സൺ ഒരു ലേഡിയാണ്, ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമുകൾക്ക് ചോദിക്കാറുള്ളതാണ്. സെബി ചെയർപേഴ്സൺ മാധബി പുരി ബുച്ചാണ്. സെബി ചെയർപേഴ്സൺ ആരാണ്? സെബി മാധബി പുരി ബുച്ചാണ്. ഓക്കെ, ഇനി നബാർഡ് ചെയർമാൻ മലയാളി കൂടി ആയിട്ടുള്ള വ്യക്തിയാണ്. നബാർഡ് ചെയർമാൻ ഷാജി KV ആണ്. ISRO ചെയർമാൻ ഉണ്ട്. ISRO ചെയർമാൻ S സോമനാഥ് ആണ്. അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല ഈ ഒരു വീഡിയോയിൽ, അതെല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. മലയാളിയാകുന്ന 5ാമത്തെ വ്യക്തിയും ISRO ചെയർമാൻ ആകുന്ന 10ാമത്തെ വ്യക്തിയുമാണ് S സോമനാഥ്. അതും കൂടെ അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു ലിസ്റ്റ് ഓഫ് മേധാവിമാരുണ്ട് അല്ലേ, കരസേന, നാവികസേന, വ്യോമസേന എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. PSC എക്സാമുകളിൽ ഫേവറേറ്റ് ആയിട്ട് ചോദിക്കാറുള്ളതാണ്. റീസെൻ്റ് ആയിട്ട് ചേഞ്ചസ് വന്നിട്ടുണ്ട്, അതുകൊണ്ട് ശ്രദ്ധിച്ച് പഠിച്ചു വയ്ക്കുക. ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ്, അപ്പോൾ ആദ്യം കൊടുത്തിരിക്കുന്നതാണ്, ഓർഡറിലാണ് കൊടുത്തേക്കുന്നത്. ഇമേജസ് ജസ്റ്റ് ഒന്നൊരു കണ്ട മേ ബി ഒരു എല്ലാവരും ഒരുപോലെ ഇരിക്കുന്നു എന്ന് വേണമെങ്കിൽ ചിലപ്പോൾ തോന്നും, എങ്കിലും കാണുമ്പോൾ ഒരു രസമല്ലേ, അതുകൊണ്ട് കൊടുത്തേക്കുന്നതാണ്. ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫായിട്ടിരിക്കുന്നത് ജനറൽ അനിൽ ചൗഹാനാണ്. ആരാണ്? ചീഫ് ഓഫ് ഡിഫൻസ് ജനറൽ അനിൽ ചൗഹാനാണ്, ഇദ്ദേഹമാണ്. കരസേനാ മേധാവി ജനറൽ മനോജ് പാണ്ഡെയാണ്. അപ്പോൾ ഇത് പാണ്ഡ എന്ന് പറയുമ്പോൾ ഒരു മൃഗമുണ്ടല്ലേ, അപ്പോൾ അത് കരയിലുള്ളൊരു മൃഗമാണ്. അപ്പോൾ ആ രീതിയിൽ, കാരണം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്ഷനിലല്ല, ഇപ്പോൾ കരസേനാ മേധാവി എന്ന് കൊടുത്തിട്ട് ഇത് 4 തന്നെയായിരിക്കും ഭൂരിഭാഗവും ഓപ്ഷനിൽ കണ്ടേക്കുന്നത്. കൺഫ്യൂഷൻ ആക്കാൻ ആ ഒരു രീതിയിലാണ് ചോദിക്കാറ്. അപ്പോൾ അത് അറിഞ്ഞിരിക്കുക, ചെറിയ രീതിയിലുള്ള കണക്ഷൻ വെച്ചാൽ നല്ലതായിരിക്കും. കരസേനാ മേധാവി ജനറൽ മനോജ് പാണ്ഡെ. അപ്പോൾ ഈ പാണ്ഡെ കരയിലുള്ളതാണ്ട് കരസേനാ മേധാവിയാന്ന് കണക്ട് ചെയ്യുക. നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി. നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി. അപ്പം ഇത് ആലോചിച്ചിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പൊട്ടകോടുണ്ട്. പൊട്ടകോടാന്ന് എനിക്കറിയാം, എങ്കിലും ഞാൻ പറയും. ദിനേശൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലവ് ആക്ഷൻ ഡ്രാമയിൽ നിവിൻ പോളിയുടെ ക്യാരക്ടർ ഉണ്ടല്ലേ, അപ്പം അതിൽ ഇൻട്രോ സീനായിട്ട് നിവിൻ പോളിനെ കാണിക്കുന്നത് ഒരു കപ്പലിൻ്റെ നടുക്കിൽ ചെന്നിട്ട് ആത്മഹത്യ ചെയ്യാൻ പോവാന്നോ വെള്ളത്തിൽ ചാടാൻ പോവാന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു സീൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ദിനേശൻ ആ ഒരു കപ്പലിൻ്റെ ഇമേജ് അത് ഓർമ്മ വരികയാണെങ്കിൽ ദിനേശ് കെ ത്രിപാഠിയാണ് നാവികസേന. അപ്പോൾ അദ്ദേഹം ആ ഒരു പ്രേമൊക്കെ കഴിഞ്ഞിട്ട് ഒരു കറുത്ത ഷർട്ടും കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് നല്ല കിടിലായിട്ട് നാവികസേന ഒരു ഷിപ്പിൽ അങ്ങനെ നിൽക്കുന്ന ഒരു ഇൻട്രോ സീൻ ഉണ്ട് അല്ലേ, കിടിലമായിട്ടാണ് ചെയ്തേക്കുന്നത്. സോ നാവികസേന മേധാവി ആരാണ്? ദിനേശ് കെ ത്രിപാഠിയാണ്. വ്യോമസേന മേധാവി വിവേക് റാം ചൗധരി. അപ്പോൾ വ്യോമസേന ആ പേരിൽ തന്നെ ഉണ്ട്, വ്യോമ വിവേക്, സിമിലർ ആണ് പേര് തന്നെ, വിവേകം. പിന്നെ വ്യോമസേന എന്ന് പറയുമ്പോൾ ആകാശത്തിൻ്റെ കാര്യങ്ങളായതുകൊണ്ട് കുറച്ചും കൂടി വിവേകമുള്ള ആൾ വേണം അല്ലേ. അപ്പോൾ ആ രീതിയിൽ വേണമെങ്കിൽ ആലോചിക്കുക. വിവേക് റാം ചൗധരിയാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, ഈ പേരുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്. ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആരാണ്? ജനറൽ അനിൽ ചൗഹാൻ. കരസേന പാണ്ഡ ജനറൽ മനോജ് പാണ്ഡെ. ഓക്കെ. നാവികസേന മേധാവി ദിനേശ് അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി. വ്യോമസേന മേധാവി വിവേക് റാം ചൗധരി. ഓക്കെ, അപ്പോൾ നാവികസേന റീസെൻ്റ് ആയിട്ട് മാറിയിട്ടുള്ളതാണ്, അറിഞ്ഞിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് നമുക്ക് കേരളത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് അപ്പോയിൻമെൻറ്റ്സ് കൂടെ നോക്കിയിട്ട് അവസാനിപ്പിക്കാം. സോ കേരള ആസൂത്രണ ബോർഡ് ചെയർമാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. സോ ആരാണ്? പിണറായി വിജയനാണ്. ആസൂത്രണ ബോർഡ് വൈസ് ചെയർമാൻ VK രാമചന്ദ്രനാണ്. ആസൂത്രണ ബോർഡ് വൈസ് ചെയർമാനാണ്. പ്ലാനിംഗ് ബോർഡ് വൈസ് ചെയർമാൻ VK രാമചന്ദ്രൻ. അഡ്വക്കേറ്റ് ജനറൽ, അപ്പോൾ നമ്മൾ അറ്റോർണി ജനറൽ നോക്കിയിട്ടുണ്ടായിരുന്നല്ലേ. അപ്പോൾ കേന്ദ്രത്തിൻ്റെ ഏറ്റവും വലിയ നിയമത്തിൻ്റെ പൊസിഷനിലുള്ള ആളാണ് അറ്റോർണി ജനറൽ. അത് സംസ്ഥാനങ്ങളിലോട്ട് വരുമ്പോൾ അതറിയപ്പെടുന്നത് അഡ്വക്കേറ്റ് ജനറലാണ്. ഓരോ സംസ്ഥാനങ്ങളിലെയും അഡ്വക്കേറ്റ് ജനറൽ. സോ കെ ഗോപാലകൃഷ്ണ കുറുപ്പാണ് അഡ്വക്കേറ്റ് ജനറൽ ആയിട്ടുള്ളത്. ശമ്പള കമ്മീഷൻ, അപ്പോൾ ശമ്പള കമ്മീഷൻ എന്ന് പറയുമ്പോൾ പേ റിവിഷൻ കമ്മീഷനാണ്. വേർഡ് അറിയാത്തവർ അറിഞ്ഞിരിക്കുക, പേ റിവിഷൻ കമ്മീഷനാണ്. ശമ്പള കമ്മീഷനും ഫിനാൻസ് കമ്മീഷനും രണ്ടാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക, അറിയാത്തവരാണെങ്കിൽ. കെ മോഹൻദാസ് ആണ്. അപ്പോൾ ശമ്പളത്തോട് മോഹമില്ലാത്ത ആൾക്കാർ ഉണ്ടാവില്ല അല്ലേ, വളരെ കുറവായിരിക്കും അങ്ങനത്തെ ആൾക്കാർ. സോ ആ പേര് ഓർത്തിരിക്കാനും ബുദ്ധിമുട്ടൊന്നുമില്ല. ശമ്പള കമ്മീഷൻ പേ റിവിഷൻ ചെയർമാൻ കെ മോഹൻദാസ് ആണ്. സോ നമ്മൾ കുഞ്ഞു കുഞ്ഞു കണക്ഷൻസൊക്കെ വെച്ചിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് കമ്മീഷൻസിൻ്റെയും ഒക്കെ ചെയർപേഴ്സൻ്റെ ഒക്കെ വീഡിയോ ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ തെറ്റിപ്പോകുന്നവരാണെങ്കിൽ വീഡിയോ സ്പീഡ് കൂട്ടിയിട്ട് ഒരു തവണയും കൂടെ കാണാം, പേരുകൾ മനസ്സിൽ ഉറപ്പിക്കുക. കാരണം ചോദിക്കുന്ന ഏരിയ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഓപ്ഷൻസ് തന്നെയായിരിക്കും, അതായത് പല കമ്മീഷൻ്റെ ചെയർമാൻ തന്നെയായിരിക്കും ഓപ്ഷൻസിൽ. അപ്പം ആ ഒരു രീതിയിൽ നമ്മൾ എന്ത് കാര്യം പഠിച്ചു പോകുമ്പോൾ ചോദ്യം ചോദിക്കുമ്പോൾ നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റണം. ആ രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നല്ലതായിരിക്കും. എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്.
സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ കോഡുകൾ പൊട്ട കോഡുകളാണ് കുറേയൊക്കെ, എന്നാലും കുറച്ച് പേർക്കെങ്കിലും അത് ഹെൽപ്ഫുൾ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. സോ അതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് ലൈക്കും കമൻറ്റും ഒക്കെയും ഷെയറും ഒക്കെ ആയിട്ട് അറിയിക്കാനായിട്ട് മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ക്ലാസ് ആയിട്ട് കാണുന്നത് വരേക്കും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ ഗുഡ് ഡേ.